ചെക്കോസ്ലോവാക്കിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച 2 റോമൻ കത്തോലിക്ക വൈദികരെ ജൂൺ 6-ന് സഭ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കും. ഫാദർ ജാൻ ബുല, ഫാദർ വാക്ലാവ് ദർബോള എന്നിവരെയാണ് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ചെക്കോസ്ലോവാക്കിയയിൽ നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കത്തോലിക്ക സഭയ്ക്കും വൈദികർക്കുമെതിരെ കടുത്ത അടിച്ചമർത്തലുകളും മതപരമായ വിലക്കുകളും ഏർപ്പെടുത്തിയിരുന്ന കാലത്താണ് ഇരുവരും രക്തസാക്ഷികളാകുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് ഭരണകൂടം ഇവരെ വ്യാജമായി കേസിൽ കൊടുക്കുകയായിരുന്നു. 1945-ൽ പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ ജാൻ ബുല യുവാക്കളുടെ ഇടയിലെ പ്രവർത്തനങ്ങളിലും കത്തോലിക്ക സംഘടനകളെയും ഇടവക പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിലും സജീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു. എന്നാൽ 1951-ൽ ബാബീസ് കേസ് എന്ന് വിളിക്കപ്പെടുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫാദർ ജാൻ ബുല തടവിലായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. തടവറയിൽ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കിയ ശേഷം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള വ്യാജ വിചാരണയിലൂടെ ഇദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. 1952-ൽ ജിഹ്ലാവയിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റി. സമാനമായ രീതിയിലാണ് ഫാദർ വാക്ലാവ് ദർബോളയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഇരയായത്. രാജ്യദ്രോഹ കുറ്റവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകി എന്നതടക്കമുള്ള വ്യാജ ആരോപണങ്ങൾ ചുമത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആരോപിക്കപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ ഫാദർ വാക്ലാവ് ഇതിനകം തന്നെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഒടുവിൽ വിചാരണ എന്ന പ്രഹസനത്തിലൂടെ 1951-ൽ ജിഹ്ലാവയിൽ വെച്ച് ഇദ്ദേഹത്തിന്റെയും വധശിക്ഷ നടപ്പാക്കി. പതിറ്റാണ്ടുകൾ നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം 1989-ലാണ് കോടതി ഇവരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കിയത്. ജൂണിൽ നടക്കാനിരിക്കുന്ന വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന ചടങ്ങോടെ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ഈ രക്തസാക്ഷികളുടെ ഓർമ്മകളെ ആഗോള കത്തോലിക്ക സഭ ഔദ്യോഗികമായി വണങ്ങും.